നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത കാലത്തായി വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ പോലും കേരളത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഭാഷയിലും ശൈലിയിലുമാണ് ഒരു സമുദായത്തെ ബോധപൂർവമായ രീതിയിൽ ഇങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാദ്യം വ്യംഗ്യമായി പറയുകയും പിന്നീട് വളരെ മോശമായ ഭാഷ ഉപയോഗിക്കുകയും ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ തന്നെ ഒരു സംഘപരിവാർ ഭാഷയിൽ സംസാരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായ വിമർശനങ്ങളെക്കാൾ അപ്പുറം നമ്മുടെ നാടിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ദോഷകരമായി ബാധിക്കുന്ന, കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന രീതിയിലേക്കാണ് എത്തിക്കുക. ഇതിനെതിരെ മതരാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷവും സൗഹൃദാന്തരീക്ഷവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ജാഗ്രതയോടുകൂടി കാണണം എന്നാണ് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്ത് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും മറ്റു നിലയിലൊക്കെ പിന്നാക്കം നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷങ്ങൾക്കും മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്കൊക്കെ പ്രത്യേകമായ അവകാശങ്ങൾ ഭരണഘടന വകവച്ച് നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും പാർലമെന്ററി സംവിധാനത്തിലാണെങ്കിലും ഉദ്യോഗ നിയമനങ്ങളിലാണെങ്കിലൊക്കെ സംവരണം പോലെയുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിക്കാൻ കാരണം സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് മുൻനിരയിലേക്ക് എത്തുന്നതിനു വേണ്ടി ഭരണഘടന ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ്. അതിന് ലക്ഷ്യം സാമൂഹ്യ നീതിയാണ്. അപ്പോ നമ്മുടെ നാട്ടിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടും അതിൽ വിജയിച്ചവരുടെ പേരും വിജയിച്ച സമുദായങ്ങൾ അത് ജില്ല തിരിച്ചു വേർതിരിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം, കാസർഗോഡ് ജില്ലയിലൊക്കെ വിജയിച്ചു വന്നവരുടെ പേര് നോക്കൂ എന്നാണ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ആ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ചില ന്യായീകരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇത് കേവല രാഷ്ട്രീയമായ വിമർശനങ്ങളെക്കാൾ അപ്പുറം നമ്മുടെ നാടിന്റെ സൗഹൃദ അന്തരീക്ഷത്തിന് ഭീഷണി ഉയർത്തുന്ന, അതോടൊപ്പം സാമൂഹ്യ നീതിക്കെതിരായിട്ടുള്ള ഒരു പരാമർശമാണ്. ഭരണഘടന വകവെച്ച് നൽകുന്ന സാമൂഹ്യ നീതിക്കെതിരാണ് ഇന്ന് മന്ത്രി നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശം. അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന് നേതൃത്വം നൽകുന്ന ഉത്തരവാദപ്പെട്ട ഭരണകക്ഷിയുടെ പാർട്ടി ജനറൽ സെക്രട്ടറി ഇത് സംബന്ധമായിട്ട് വിശദീകരണം നൽകാൻ ബാധ്യസ്ഥമാണ്. ഇതൊക്കെ പാർട്ടിയുടെ നിലപാടാണോ എന്ന് സമൂഹത്തോട് പറയാൻ ബാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഒരു ശൈലിയൊന്നും ഈ ഭരണകക്ഷിയിൽ നിന്നോ ഈ പാർട്ടിയിൽ നിന്നോ ഇന്നുവരെ കേരളീയ സമൂഹം കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, നമ്മുടെ അനുഭവത്തിലില്ല. അപ്പൊ ഇങ്ങനെ ഒരു പുതിയ സംഘപരിവാർ മാതൃക കേരളത്തിൽ പരീക്ഷിക്കാനുള്ള ശ്രമത്തെ ഏതർത്ഥത്തിലും കേരളത്തിലെ മതേതര സമൂഹം പരാജയപ്പെടുത്തണം. അതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഈ ഒരു രീതി നമ്മൾ കാണണം.